കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഈ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുക എന്നുള്ള ഇഷ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, കഠുവ പെൺകുട്ടിയുടെ പേര് ഇവരെല്ലാം വെളിപ്പെടുത്തുകയാണ്, പേരും ഫോട്ടോയും. ഇപ്പോഴും അത് വെളിപ്പെട്ട് തന്നെ കിടക്കുകയാണ്. ഇന്നലെ ദീപാ നിഷാന്ത്, അവരിപ്പോൾ ഏത് കോളേജിലാണ്? കേരളവർമ്മ കോളേജിലായിരുന്നു, പിന്നെ വേറെ ഏതോ കോളേജിലേക്ക് പോയി എന്ന് കേട്ടു. എന്ത് പറഞ്ഞിട്ട് അവർ ഈ അതിജീവിതയുടെ ഫോട്ടോ വെച്ച് പോസ്റ്റ് ഇട്ടു. വിധി വരുന്നതിന് മുമ്പാണ്. വിധി വരുമായിരിക്കും, അവൾക്കൊരുപക്ഷെ നീതി ലഭിച്ചു എന്ന് വരില്ല, അവൻ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയി എന്ന് വരും. പക്ഷേ അവൾ ഉയർത്തിയ സത്യം അതെന്തോ ആകാശത്തോളം പൊങ്ങി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോയും ഇട്ടു. വല്ല കേസും ഉണ്ടോ? ഇല്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പലരും വാൺ ചെയ്യുന്നു, ടീച്ചറെ കാണിക്കുന്നത് നിയമലംഘനമാണ്, ഇന്ന വകുപ്പിൻ്റെ ലംഘനമാണ്. ടീച്ചറുടെ മറുപടി എന്താണെന്നറിയാമോ? ഞാൻ ആലോചിച്ച് തന്നെയാണ് ഒരു പോസ്റ്റ് ഇടുന്നത്. ഇതിൽ കേസ് ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ നേരിട്ടോളാം. കേസ് കാണിച്ച് ആരും എന്നെ പേടിപ്പിക്കേണ്ട, എന്നെ ചൊല്ലി നിങ്ങളാരും വിഷമിക്കുകയും വേണ്ട. ഇതാണ് ടീച്ചറിൻ്റെ ഹ്യൂബ്രിസ്. കാരണം ദീപാ നിഷാന്ത് എന്ന ടീച്ചറിനെ ഒരു മനുഷ്യൻ അറസ്റ്റ് ചെയ്യുകയില്ല, ഒരു ചുക്കും ചെയ്യില്ല. ഞാനോ സിനിജയോ ആണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ നമ്മളെ പോലീസ് കൊണ്ടുപോകും. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി. ലുക്ക്, അതിജീവിതയുടെ പേര് അതിജീവിതയുടെ സമ്മതമില്ലാതെ വെളിപ്പെടുത്താനേ പാടില്ല. കേസ് നടക്കുമ്പോഴും കേസിന് ശേഷവും എന്തു വന്നാൽ കേസുമായിട്ടൊരു ബന്ധം ആ വകുപ്പിൽ പറയുന്നില്ല. അതിജീവിതയുടെ പേര് ഇങ്ങനത്തെ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആ വകുപ്പിൽപ്പെട്ട കേസുകളിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിക്കൂടാ എന്നാണ് വകുപ്പ്. അല്ലാതെ കേസിന് മുമ്പ് വെളിപ്പെടുത്തിക്കൂടെന്നോ കേസ് ഡ്യൂറിങ് ദ കേസെന്നോ ആഫ്റ്റർ ദ കേസെന്നോ ഒന്നുമില്ല. നിങ്ങൾക്ക് ആ പേര് വെളിപ്പെടുത്താനേ പാടില്ല. ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആരും ചോദിക്കാനില്ല. ഇത് നമ്മളാണ് ചെയ്തതെങ്കിൽ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.